മാർച്ചാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ കുറേ നാളുകളായി കേന്ദ്ര ഗവൺമെന്റ് അവരുടെ നിലപാടുകൾക്കെതിരെ പ്രതിഷേധിക്കുന്ന സംഘങ്ങളെയും വ്യക്തികളെയും തേജോവധം ചെയ്യാനും അവരുടെ ആലയത്തിലേക്ക് കൂട്ടിക്കെട്ടിക്കൊണ്ടുപോകാനും വേണ്ടി ഉപയോഗിക്കുന്ന ചില കേന്ദ്ര ഏജൻസികളാണ് IB-യും NIA-യും എല്ലാം നമുക്കറിയാവുന്നതാണ്. ഈ കഴിഞ്ഞ ഡിസംബർ 3-ാം തീയതി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ നാഷണൽ ലീഡേഴ്സിന്റെ വീടും സംസ്ഥാന ഓഫീസുകളും റെയ്ഡ് ചെയ്യുകയുണ്ടായി. നമുക്കറിയാം, റെയ്ഡിനോട് നമുക്ക് വിയോജിപ്പില്ല. പക്ഷെ അത് വീട്ടിൽ തേങ്ങയിടുന്ന പോലെ ഇടക്കിടക്ക് IB, NIA എന്ന് പറഞ്ഞുകൊണ്ട് സ്വതന്ത്രമായി ഗവൺമെന്റിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന സ്ഥലത്ത് മുന്നോട്ട് പോകാൻ തടസ്സമായി വരികയാണെങ്കിൽ ഇപ്പോൾ ഈ പോലീസിന്റെ ബാരിക്കേഡ് തകർത്ത പോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് ഞങ്ങളുടെ മുമ്പിൽ നമുക്കറിയാം, കർഷകർ ഡൽഹി വളഞ്ഞപ്പോൾ കാവി ട്രൗസറിൽ മുള്ളിയ കേന്ദ്ര ഗവൺമെന്റ് അപ്പിയെടുത്ത കാലം അധികമല്ല എന്ന് ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ഏതൊരു നെയ്യത്തിലാണോ സംഘടിപ്പിച്ചിരിക്കുന്നത് അത് പരസ്യമായി പ്രഖ്യാപിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. 1925 RSS രൂപം കൊണ്ടത് ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കാനാണെങ്കിൽ ഞങ്ങൾ RSSന്റെ അവസാനത്തെ പ്രവർത്തകരെ വിജയിക്കുന്നതുവരെ ഞങ്ങളിൽ ഒരാഴ്ച പോകുകയാണ്. സംസ്ഥാന പ്രസിഡന്റ് അഷ്റഫ് സാദിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഈ രാജ്യം കോവിഡ് നേരിടുന്ന എപ്പിഡമിക്കിൽ നിൽക്കുന്ന കാലഘട്ടത്തിലാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അവരുടെ രാഷ്ട്രീയ വിരോധം ഉയർത്തുന്നതിന് വേണ്ടി ഈ എപ്പിഡമിക്കിനെ പോലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നാം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ദേശവ്യാപകമായി ED RSSന്റെ ചട്ടകമാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ദേശവ്യാപകമായി സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ട് ഇങ്ങനെയൊരു മുദ്രാവാക്യം ഉയർത്തി തെരുവിൽ ഈ നിലയിൽ നിൽക്കുന്നതെന്ന് നാം പരിശോധിക്കണം.